വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അങ്ങനെ ശാന്തയെ കൊണ്ട് കുഞ്ഞിനെ എടുത്ത് തരാനായിട്ട് കഴിയില്ല എന്നുള്ള രാജേന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പിറ്റേന്നാണെങ്കിൽ ശാന്ത അവിടെ കുഞ്ഞിനെ നോക്കാനായിട്ട് വരുന്നുമുണ്ട്. ആ ഒരു സീൻ നേരത്തെ ഒരു കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. സത്യഭാമയുടെ വീട്ടിലേക്ക് ശാന്ത വരുന്ന കാണിക്കുന്നുണ്ട്. തുടർന്ന് രാത്രിയാണെങ്കിൽ അവിടെ ഭാമയുടെ വീട്ടിൽ ശാലിനിയാണെങ്കിൽ സത്യയും പപ്പിയും ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞു. കുഞ്ഞിനെയാണെങ്കിൽ അവിടെ തന്നെ തൊട്ടിലിങ്ങനെ കിടത്തിയിട്ട് ശാലിനിയാണെങ്കിൽ റൂമിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു മുകളിലത്തെ ആ ഒരു നില തന്നെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഒരാളാണെങ്കിൽ ഇങ്ങനെ ആ ഒരു മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെയർ കയറി വരുന്ന കാണുന്നുണ്ട്. അതിന് ശാലിനി ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷേ ധൈര്യപൂർവ്വം ശാലിനി ഇപ്പുറത്തേക്കും ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. രാജേന്ദ്രനാണത് വരുന്നത്. പക്ഷേ ശാലിനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്ന് രാജേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ ശാലിനിയുടെ ആ ഒരു കുഞ്ഞ് കിടക്കുന്ന ആ ഒരു മുറിയിലേക്ക് ഇങ്ങനെ കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശാലിനി ഇപ്പുറത്ത് ഇങ്ങനെ കതവിൻ്റെ ഇപ്പുറത്ത് മറഞ്ഞു നിന്നിട്ട് അവിടെ നിന്നൊരു ഫ്ലവർ വൈസ് എടുത്തിട്ട് പിന്നെ ഈ രാജേന്ദ്രൻ്റെ തലയിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. പുറവശത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അന്നേരം വേദന കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു. ഇത്രയും ഈ സീൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി മിക്കവാറും രാജേന്ദ്രൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരിക്കും. ആരാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. പിറ്റേന്ന് അവിടെ പിന്നെ ശാലിനി പറഞ്ഞിട്ട് റസാക്ക് വരുന്നുണ്ട്. അന്നേരം നൈറ്റ് പെട്രോളിങ് ശക്തമാക്കാം മാഡം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ആരാണെന്ന് കണ്ടെത്തിയില്ലല്ലോ. മിക്കവാറും രാജേന്ദ്രൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമായിരിക്കും. അങ്ങനെ ഒരു സീനായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ രാജേന്ദ്രൻ അവിടെ നിന്നും എന്തായാലും കുഞ്ഞിനെ എടുക്കാൻ സാധിക്കില്ല. ഇനി എങ്ങനെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കും എന്താണ് എന്നുള്ളതൊക്കെയാണ്. പിന്നീട് അവിടെ ശാരീരികമുള്ള ഓപ്പറേഷൻ്റെ പൈസയ്ക്ക് ആ ഒരു മോഷണത്തിനായിട്ട് പിന്നെ വേലായുധൻ ഗോപാലകൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് പോകുന്നല്ലോ. ഇനി അതിനെ ആരുടെയും കണ്ണിൽ പെടുമോ, ഇനി ശിവൻ കണ്ടുപിടിക്കുമോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.